നെല്ലിക്ക ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കുവാണേ. ഒന്ന് ആവി കയറിയ കൊണ്ടും വേകാൻ പാടില്ലേ. നല്ലോണം കഴുകിയതാ, നല്ലോണം. ഇനി അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റണം. പ്യൂറും നല്ല തേൻ നെല്ലിക്ക തയ്യാറാക്കാൻ ഞാൻ പോവുകയാണ്. അതിനാവശ്യമായ 300 ഗ്രാം പനക്കൽക്കണ്ടോ, കപ്പ് വെള്ളവും കൂട്ടി നല്ല പോലെ അലിക്കാൻ വേണ്ടി വെക്കും. അപ്പോൾ ഞാനിത് നെല്ലിക്ക ആവിയിൽ വേവിച്ചതാണ്. അതിനെല്ലാം ഇതാകാൻ വേണ്ടി ഇതിനൊരു ഹോളിടുക. രുചി, നല്ല വിറ്റാമിനും നല്ല രുചിയേറുന്ന ഒരു നെല്ലിക്ക. ഏലക്ക പൊടി അതിനൊരു സ്മെല്ലിന് വേണ്ടിയാണ്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കൽക്കണ്ടല്ല, ഇതാ നല്ല പോലെ അലിഞ്ഞ് വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേണം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതെല്ലാം മധുരെല്ലാം ഇറങ്ങി. ഇത് കണ്ട തേനൂറും നെല്ലിക്ക എന്നോ ടേസ്റ്റ്. തേനൂറും നെല്ലിക്കലും തേൻ ഒഴിച്ചിട്ടില്ലെങ്കിൽ എന്നാ ടേസ്റ്റ് അല്ലേ. ഇതാണ് തേനും കൂടി ഒഴിച്ച്